സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ ഈ ചാനലിൽ ചർച്ച ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരനായ രാം പുനിയാനിയുടെ ചില നിരീക്ഷണങ്ങളാണ്. സംഘപരിവാർ ശക്തികൾ ഉത്സവങ്ങളെയും സിനിമകളെയും വർഗീയതയുടെ ഉപകരണമായി മാറ്റുന്നുണ്ട്. ഇപ്പൊ ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്കായി നിരവധി വഴികൾ RSS തേടുന്നതിൽ സമീപഭാവിയിൽ അവർ ഉത്സവങ്ങളെയും സിനിമയെയും ഇതിനെ വേണ്ടി നന്നായി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ RSS അജണ്ട പ്രൊമോട്ട് ചെയ്യാൻ കുംഭമേളയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയായിരുന്നു. മതപരമായ ചടങ്ങിനേക്കാൾ ഒരു ദേശീയ സംരംഭമായി കുംഭമേളയെ അവർ മാറ്റിയെടുക്കുകയാണ്. കുംഭമേളയെ അവർ നന്നായി RSS അജണ്ട പ്രൊമോട്ട് ചെയ്യാനും അതുവഴി അവരുടെ സാംസ്കാരികവും വികസനവുമായ മുന്നേറ്റത്തിന്റെ ഒരു അടയാളമായി അവർ അവതരിപ്പിക്കുകയായിരുന്നു. ഹിന്ദുവിസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായി അവരതിനെ നന്നായി അവതരിപ്പിച്ചു. ഇതിന്റെ എല്ലാ പ്രധാനപ്പെട്ട ചുമതലകളും നിർവഹിച്ചത് സംസ്ഥാന സർക്കാർ നേരിട്ടാണ്. ഭരണകക്ഷിയിലെ എല്ലാ സംഘടനകളെയും അവർ ഇതിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂട്ടിയോജിപ്പിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് VHP. അവരുടെ മതപരമായ പാർലമെന്റ് സംഘടിപ്പിക്കാനുള്ള ഒരു അവസരമാക്കിയിട്ടാണ് കുംഭമേളയെ അവർ കൃത്യമായിട്ട് ഉപയോഗിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ധർമ്മ സൻസദ് എന്ന് പറയുന്ന പരിപാടി. അതേപോലെ സന്യാസിമാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ വിദ്വേഷമായ പ്രചരണത്തിന്, ന്യൂനപക്ഷ വിരുദ്ധമായ വിദ്വേഷമായ പ്രചരണത്തിന്റെ ഒരു ഉപാധിയായിട്ടാണ് ഈ കുംഭമേളയുടെ പരിസര പ്രദേശങ്ങളെയാകെ അവർ ഉപയോഗിച്ചത്. മുസ്ലിം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ സമീപ പ്രദേശത്തോ മറ്റ് ഭാഗങ്ങളിലോ ഒന്നും തന്നെ അവരെ നടത്താൻ അനുവദിച്ചിരുന്നില്ല. കുംഭമേള ഇതിനു മുമ്പും വളരെ ഭംഗിയായി മുഗളുടെ കാലഘട്ടത്തിലും നടന്നിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ നദിയുടെ കരയിൽ ഈ പറഞ്ഞതുപോലെ കുളിക്കാനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും ഒക്കെ നിർമ്മിക്കുന്ന രീതി മുഗൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പ്രശസ്തനായ ചരിത്രകാരൻ ഹെറാംബ് ചതുർവേദിയുടെ അഭിപ്രായത്തിൽ അക്ബറുടെ കാലഘട്ടത്തിൽ പോലും ഈ കുംഭമേള നടത്തുന്നതിന് വേണ്ടി 2 ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകമായി നിയോഗിച്ചിരുന്നതായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് കുംഭമേളയുടെ പരിസര പ്രദേശങ്ങൾ ശ്രദ്ധിച്ചതാണ് നരേന്ദ്രമോദിയുടെയും യോഗി ആദിത്യനാഥിന്റെയും വലിയ ഹോർഡിങ്ങുകൾ കൊണ്ട് നിറച്ചിരിക്കുകയാണ്. കുംഭമേളയെ എങ്ങനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാം എന്നതിന്റെ ഉദാഹരണമാണത്. അപ്പൊ വലിയ പ്രദേശം പ്രമുഖ വ്യക്തികൾക്ക് വേണ്ടി സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ഭക്തർക്ക് ഗതാഗത സൗകര്യവും ദർശനത്തിലുള്ള സൗകര്യവും നന്നേ കുറവായതിനാൽ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി ഭക്തരുടെ ജീവൻ നഷ്ടപ്പെടുന്ന സ്ഥിതിയുണ്ടായി. നരേന്ദ്രമോദിയുടെ ഇളയ സഹോദരന് സമാനമായി കാണുന്ന സ്വാമി ധീരേന്ദ്ര ശാസ്ത്രി പറയുന്നത് തിക്കിനിടയിൽ പെട്ട് മരിച്ചവർ യഥാർത്ഥത്തിൽ മോക്ഷം കിട്ടിയവരാണെന്നാണ്. VHP കുംഭമേളയെ അവരുടെ മാർഗദർശക മണ്ഡൽ മീറ്റിങ്ങിനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് അതിനെ ഉപയോഗിച്ചത്. അവിടെ നടന്ന പ്രസംഗങ്ങൾ വിഷം വഹിക്കുന്നതും മുസ്ലിം വിരുദ്ധതയും ഉൾക്കൊള്ളുന്നതായിരുന്നു. ഇപ്പൊ കാശി, മധുര എന്നിവ കൂടാതെ 1200ഓളം വരുന്ന അമ്പലങ്ങൾ ഇനിയും ഗവേഷണം നടത്തി കണ്ടെത്താനുണ്ടെന്നാണ് പ്രസംഗത്തിന്റെ എല്ലാം കാതലായി വന്നിട്ടുള്ളത്. ഇപ്പൊ മദ്രസകൾ പൂട്ടിക്കാനും ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ മാറ്റി ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായമാക്കി മാറ്റി ഹിന്ദു രാഷ്ട്രം സൃഷ്ടിക്കാനുള്ള പരിശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഹിന്ദുക്കളുടെ പ്രധാന ആഘോഷമായ രാമനവമി പോലുള്ള ആഘോഷങ്ങൾ മുസ്ലിങ്ങൾ തിങ്ങിൽ പാർക്കുന്ന ഇടങ്ങളിലൂടെ കടത്തിവിട്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി വാളുകളും ഉയർത്തി നൃത്തം ചെയ്ത് പച്ചക്കൊടികൾ അവിടെ മാറ്റി പകരം കൊടികൾ സ്ഥാപിച്ചും പ്രകോപനം സൃഷ്ടിച്ച് അക്രമം നടത്തുന്ന രീതിയാണ് തുടരുന്നത്. അവരിൽ നിന്ന് എതിർപ്പുകൾ, സ്വാഭാവികമായി എതിർപ്പുകൾ ഉയരും. ആ എതിർപ്പുകൾ ഉയരുമ്പോൾ മുസ്ലിങ്ങളുടെ ഗൃഹങ്ങൾ ബുൾഡോസർ വെച്ച് നശിപ്പിക്കുക എന്ന രീതിയിൽ തുടരുകയാണ്. ഇപ്പൊ കുംഭമേളകളും ആഘോഷങ്ങളും മതപരമായ ഒരു കൂട്ടായ്മകൾക്ക് അപ്പുറം ഒരു ദേശീയ സംഭവമാക്കി മാറ്റുകയാണ്. ഉത്സവങ്ങൾ സന്തോഷകരമായ സന്ദർഭങ്ങളായിട്ടാണ് ഇന്ത്യൻ ജനത കണ്ടിരുന്നത്. എന്നാൽ ആ അന്തരീക്ഷത്തെ വർഗീയത വളർത്തി തകർക്കാനാണ് സംഘപരിവാർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിങ്ങൾക്കെതിരെ മാത്രമല്ല, 30 വർഷമായി ആദിവാസി മേഖലകളിൽ ക്രിസ്ത്യാനികൾക്കെതിരായും അക്രമ സംഭവങ്ങൾ അരങ്ങേറുകയാണ്. ഇപ്പൊ സംഘപരിവാർ വിഭാഗമായ വനവാസി കല്യാൺ ആദിവാസി മേഖലകളിൽ ശബരി, ഹനുമാൻ എന്നീ ദൈവങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയാണ്. പട്ടണപ്രദേശങ്ങളിൽ ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദൈവങ്ങളെയും ആദിവാസി മേഖലകളിൽ ശബരി, ഹനുമാൻ എന്നീ ദൈവങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഹിന്ദുത്വ രാഷ്ട്രീയം ഉത്സവങ്ങളെ അവരുടെ രാഷ്ട്രീയ പദ്ധതിക്ക് വേണ്ടി ആയുധമാക്കുകയാണ്. ഇപ്പൊ കുംഭമേളയിൽ മുസ്ലിം വിരുദ്ധതയുടെയും
ആദിവാസി മേഖലയിലെ ശബരി ഹനുമാൻ ദൈവങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ക്രൈസ്തവ വിരുദ്ധതയും അവർ പ്രചരിപ്പിക്കുകയാണ്. ഉത്സവങ്ങൾ മാത്രമല്ല, സിനിമയും ഹിന്ദുത്വ പക്ഷപാതപരമായ ക്രമപ്പെടുത്താനും വർത്തമാനകാലത്ത് പരിശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ രാജാക്കന്മാരെ അധികാരത്തിനും സമ്പത്തിനും വേണ്ടി യുദ്ധം ചെയ്തതിന് പകരമായി അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിച്ച് അവതരിപ്പിക്കുന്ന രീതി ഇപ്പോൾ ശക്തിപ്പെടുകയാണ്. ഇപ്പൊ കേരള ഹിസ്റ്ററി എന്ന സിനിമ, കാശ്മീർ ഫയൽസ്, സ്വതന്ത്ര വീർ സർവേക്കർ, 62 ഹുറൈൻ, സാമ്രാട്ട് പൃഥ്വിരാജ് എന്നീ സിനിമകൾ വെറുപ്പിന്റെ ആശയം പ്രചരിപ്പിക്കുകയാണ്. ഇപ്പൊ സാമന്തിന്റെ നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചാവ എന്ന സിനിമയും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും ആശയങ്ങളാണ് നിർമ്മിക്കുന്നത്. ഈ ചിത്രത്തിന്റെ പ്രമേയം ഛത്രപതി ശാംഭോജി മഹാരാജാവിന്റെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളും ഔറംഗസീബിനെ ഹിന്ദുത്വ വിരുദ്ധനും ക്രൂരനുമായ ഒരു മുഗൾ ചക്രവർത്തിയായിട്ടാണ് ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഈ സിനിമ 126 മിനിറ്റാണുള്ളത്. അതിൽ 40 മിനിറ്റ് സാംഭോജി മഹാരാജാവിനെ പീഡിപ്പിക്കുന്ന ഭാഗവും മധ്യകാല ചരിത്രത്തിലെ ഹിന്ദു രാജാക്കന്മാരെ ശ്രേഷ്ഠരായും മുസ്ലിം രാജാക്കന്മാരെ ചെകുത്താന്മാർക്ക് തുല്യരായും ആണ് ചിത്രീകരിക്കുന്നത്. സാംഭോജി മഹാരാജാവ് ഛത്രപതി ശിവജിയുടെ മൂത്ത മകനാണ്. ശിവജിയുടെ സാമ്രാജ്യത്തിൽ മുസ്ലിം ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. മൗലാന ഹൈദർ അലി എന്ന് പറയുന്നത് ഛത്രപതി ശിവജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്ന ഒരു സെക്രട്ടറിയാണ്. അദ്ദേഹത്തിന്റെ സൈന്യത്തിൽ 12 ജനറൽമാർ മുസ്ലിങ്ങളായിരുന്നു. സിദ്ദി സാംബെ, ഇബ്രാഹിം ഗർദി, ദൗലത് ഖാൻ എന്നിവർ ഇവരിൽ പ്രമുഖരാണ്. അപ്പൊ ഔറംഗസീബിന്റെ ഭാഗത്തു നിന്ന് രാജാ ജയ്സിംഗ് ആണ് ശിവജിക്കെതിരെ പട നയിക്കുന്നത്. പിന്നീട് ശിവജിയെ തുറങ്കിലടച്ചപ്പോ അവിടെ നിന്ന് ശിവജിയെ രക്ഷപ്പെടാൻ അവസരമൊരുക്കിയത് മദരി മെഹ്തർ എന്ന ഇസ്ലാം മതവിശ്വാസിയായിരുന്നു. ഇപ്പൊ സാംജിയെ മദ്യത്തിന്റെയും പെണ്ണിന്റെയും പ്രശ്നത്തിൽ ശിവജി പാൻഹാല കോട്ടയിൽ തടവറയിൽ അടയ്ക്കുന്നുണ്ട്. പിന്നീട് സാംഭോജി ഔറംഗസീബുമായി സഖ്യത്തിലായി ശിവജിക്കെതിരെയും ബീജാപ്പൂരിലെ അദീഷയ്ക്കെതിരായിട്ടും യുദ്ധം നയിച്ചിട്ടുണ്ട്. ശിവജിക്കെതിരെ യുദ്ധം വിജയിച്ചതിന് ശേഷം ശിവജിയുടെ മറ്റൊരു ഭാര്യയായ സൊയ്റാബായിൽ ജനിച്ച സഹോദരൻ രാജാറാമിനെ സാംഭുജി വിഷം കൊടുത്തു കൊല്ലുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും പുറം ലോകം അറിയാതിരിക്കാൻ നിരവധി ഹിന്ദു ഉദ്യോഗസ്ഥരെ കൊല ചെയ്യുന്ന സംഭവവും നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇതൊന്നും ഈ സിനിമയ്ക്കകത്ത് പ്രദർശിക്കപ്പെടുന്നില്ല. അപ്പൊ ഔറംഗസീബ് അദ്ദേഹത്തിന്റെ ജനറൽ റാത്തോഡിനെ സാംഭോജിക്കെതിരെ പട നയിക്കാൻ അയക്കുന്നു. സാംഭോജിയെ കീഴടക്കുന്നു. പിന്നീട് സാംഭോജിയെ പീഡിപ്പിക്കുന്ന രംഗമാണ് പുതിയ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. ധാരാളം രാജാക്കന്മാർ ശത്രുക്കൾക്കെതിരെ ക്രൂരത കാണിച്ചിട്ടുണ്ട്. ചരിത്രകാരി രുചിക ശർമ്മ പറയുന്നത്, ചോള രാജാക്കന്മാർ ചാലുക്യ സൈന്യത്തെ തോൽപ്പിച്ചതിന് ശേഷം ചാലുക്യാസിന്റെ ജനറലായ സമുദ്രരാജിന്റെ തല അറുക്കുകയും സുന്ദരിയായ മകളുടെ മൂക്ക് അറുക്കുകയും ചെയ്തു. അശോകന്റെ കലിംഗ യുദ്ധവും പൈശാചികമായിരുന്നു. ഇപ്പൊ രാജാക്കന്മാരുടെ ശത്രുക്കളോടുള്ള ആക്രമണങ്ങൾ ഇന്നത്തെ നിലവാരത്തിൽ നമുക്ക് നിർണ്ണയിക്കാനാവില്ല. ഇപ്പൊ വലിയ പർവ്വതത്തിന്റെ മുകളിൽ കോട്ടയുള്ള ഒരു രാജാവിനെതിരെ നിയമവിരുദ്ധമായ ഒരു ഗൂഢാലോചന ആരെങ്കിലും നടത്തിയാൽ താഴ്വരയുടെ ഏറ്റവും അടുത്തത്തിലേക്ക് കയ്യും കാലും കെട്ടി വലിച്ചെറിയായിരുന്നു. ഇപ്പൊ ശിവജിയുടെ സൈന്യം സൂറത്ത് കൊള്ളയടിച്ച സമയത്ത് ശത്രുക്കൾക്കെതിരെ നടത്തിയ ക്രൂരത വിവരണാതീതമാണെന്ന് ബാൻ സാമന്ത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. ഔറംഗസീബ് അക്ബറെയോ ദാരഷിഗോയോ പോലെയോ ആയിരുന്നില്ല, യഥാസ്ഥിതികരായിരുന്നു. ഹിന്ദുക്കളെ മാത്രമല്ല, സുന്നികളല്ലാത്ത ഇസ്ലാമുകളെയും സ്വാഗതം ചെയ്തിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഭരണ നിർവഹണത്തിൽ ധാരാളം ഹിന്ദു ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. അദ്ദേഹം അമ്പലം നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി അമ്പലങ്ങൾക്ക് സംഭാവനയും നൽകിയിട്ടുണ്ട്. ഗുജറാത്തിലെ കാമകിയ ദേവി, ഉജ്ജയിനിയിലെ മഹാകലേശ്വർ, ചിത്രകുഞ്ച്, അതേപോലെ ലോർഡ് കൃഷ്ണ, ബൃന്ദാവൻ എന്നീ ക്ഷേത്രങ്ങളാണ്. ഇപ്പൊ സൂഫി ദർഗകൾക്ക് ശിവജിയും സംഭാവന നൽകിയിട്ടുണ്ട്. പക്ഷെ വർഗീയത പ്രചരിപ്പിക്കുന്ന ചരിത്രകാരന്മാർ മുസ്ലിം രാജാക്കന്മാർ അമ്പലം തകർത്തതിനെ ക്രൂരമായി അവതരിപ്പിക്കുകയും അവർ അമ്പലങ്ങൾക്ക് സംഭാവന നൽകിയതിനെ മറച്ചുവെക്കുകയും ചെയ്യുന്നതാണ് രീതിശാസ്ത്രം. കാലഘട്ടത്തിന്റെയോ സാമ്രാജ്യങ്ങളുടെയോ സവിശേഷതകൾ അവഗണിച്ച് വർഗീയതയ്ക്ക് ആഴം വർദ്ധിപ്പിക്കാനാവശ്യമായ ചില സംഭവങ്ങൾ അടർത്തിയെടുത്ത് വിഭാഗീയമായ ഒരു പരിസരം സൃഷ്ടിക്കാനാണ് ഈ ചരിത്രപരന്മാർ പൊതുവെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ രാജാക്കന്മാരുടെ മതം അതിന് ഇവർ ഉപയോഗിക്കുകയാണ്.
ഇപ്പൊ ഹിന്ദു രാജാക്കന്മാരുടേത് ധർമ്മയുദ്ധമായും മുസ്ലിം രാജാക്കന്മാരുടേതിനെ ജിഹാദായും ഇവർ വിശേഷിപ്പിക്കുക. മതം ആകസ്മികമാണ്. അവരുടെ ലക്ഷ്യം അവരുടെ സാമ്രാജ്യം വികസിപ്പിക്കൽ മാത്രമായിരുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കത്തെ ഇല്ലായ്മ ചെയ്യാനും വിഭജനത്തിന്റെ പ്രത്യയശാസ്ത്ര പരിസരത്തിന് വേണ്ട സംവാദ നിർമ്മാണത്തിനുള്ള പരിസരവുമാണ് എന്ന് നാം തിരിച്ചറിയണം. ഇപ്പൊ ദേശീയതയും സാംസ്കാരിക ബോധത്തെയും രൂപപ്പെടുത്തുന്നതിന് നിർണായകമായ പങ്കുവഹിച്ച സിനിമ ഇന്ന് ഭരണകൂടത്തിന്റെ ഉപകരണമായി മാറുന്നു എന്നുള്ളതാണ്. ന്യൂനപക്ഷത്തിന്റെ ശബ്ദത്തെ അന്യവൽക്കരിക്കുന്നു. സാംസ്കാരികവും മതപരവുമായ സ്വത്വത്തെ അവര് ഉയർത്തിപ്പിടിക്കുകയാണ്. ഇപ്പൊ ജനാധിപത്യ സമൂഹത്തിൽ വിമർശനാത്മകമായ ചിന്ത കനിവിന്റെയും ചെറുത്തുനിൽപ്പിന്റെയും ഉപകരണമായിരുന്നു. മേധാവിത്വാശയങ്ങൾ ഇതിനെ നിയന്ത്രിക്കുമ്പോൾ ഇതിന്റെ പ്രചരണത്തിന്റെ ഒഴിവാക്കലിന്റെ ഇല്ലായ്മ ചെയ്യുന്നതിന്റെ വാഹനമായി മാറും. ഇപ്പൊ സിനിമ സമൂഹത്തിന്റെ കണ്ണാടിയാണ്. പക്ഷെ വർത്തമാനകാലത്ത് സിനിമയെ സാംസ്കാരിക മേധാവിത്വത്തിനായി ഉപയോഗപ്പെടുത്തുകയാണ്. ചരിത്രം തിരുത്തി അവതരിപ്പിക്കുന്നു. ചില സാമൂഹ്യ വിഭാഗങ്ങളെ ഇകഴ്ത്തി കാണിക്കുന്നു. മേധാവിത്വ വർഗത്തിന് നായകരെ മഹത്വവൽക്കരിക്കുകയാണ്. ഹിന്ദു ഭരണാധികാരികളെ ചരിത്ര പുരുഷന്മാരായും മറ്റുള്ളവരെ മോശക്കാരായും ചിത്രീകരിക്കുന്നു. ഇന്ത്യൻ സംസ്കാരത്തിന്റെ നെടുന്തൂണായി ഹിന്ദു ദേശീയവാദികളെ മഹത്വവൽക്കരിക്കുകയാണ്. ഇപ്പൊ ഹിന്ദുക്കൾ നേതൃത്വം നൽകിയ ചരിത്ര സംഭവങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും മറ്റുള്ളവരുടെ സംഭാവനകളെ കണ്ടില്ലെന്ന് നടിക്കുകയും ചെയ്യുന്നതാണ് രീതി. ഇപ്പൊ മുസ്ലിം കഥാപാത്രങ്ങൾ ഒന്നെങ്കിൽ പ്രതിനായകൻ, വില്ലൻ, ഭീകരവാദി എന്നിവയിലേക്ക് ചുരുങ്ങുന്നു. ഇപ്പൊ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് ശക്തി പ്രാപിക്കുകയാണ്. ഇപ്പൊ ഹോളി സമയത്ത് റംസാൻകാർ വീട്ടിലിരിക്കാൻ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തി. ജുമ വർഷത്തിൽ 52 ദിവസമുണ്ട്. ഹോളി ഈ പ്രാവശ്യം വരുന്നത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്നിടത്തേക്ക് ഇന്ത്യ രാജ്യം എത്തിച്ചേർന്ന അപകടകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. ആരാണോ ഹോളിയുടെ നിറത്തിന്റെ പേരിൽ പ്രശ്നമുള്ളവർ അവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുകയാണ്. പല മോസ്കുകളും വലിയ ഷീറ്റ് വെച്ച് മൂടിക്കെട്ടി മറച്ചു വെക്കുന്നിടത്തേക്ക് ഇന്ത്യ രാജ്യം എത്തുകയാണ്. അപ്പോ വർഗീയതയുടെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പരിസരം നിർമ്മിക്കാനുള്ള നിരന്തരമായ ഈ ശ്രമം നടക്കുന്ന ഈ വർത്തമാനകാലത്തിൽ വളരെ ജാഗ്രതയോടുകൂടി മതനിരപേക്ഷതയിൽ ഉറച്ചു നിൽക്കാൻ കഴിയുന്ന ജനസമൂഹങ്ങളെ കൂട്ടായ്മകളെ സജീവമാക്കുക എന്നതാണ് നമ്മുടെ ഇന്നത്തെ ദൗത്യം.